മക്കളെ തെച്ചി പോയിട്ട് വരാട്ടോ. ഇപ്പച്ചി എല്ലാ വീട്ടിലും നോമ്പ് തുറക്കുമ്പോ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് വാങ്ങിട്ട് തെച്ചി പോയി കേട്ടോ. പണി ഉണ്ടോ നോക്കട്ടെ കേട്ടോ. എന്നിട്ട് വരുമ്പോ കൊണ്ടുണ്ട് കേട്ടോ. നല്ല കുട്ടികളായി കളിച്ചണം കേട്ടോ. കളിച്ചവനെ ഇമ്മ കുട്ടികള് നോൻപിറക്കാൻ ഫ്രൂട്ട്സ് കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. എന്നാണ് ഈ പണി പഞ്ചായില്ല. ആ പിന്നെ ഒരു 3 കിലോ ആപ്പിള്. ആപ്പിൾ എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? മുന്തിരി 3 എടുത്തോ. മുന്തിരി 3. പേരക്ക എടുത്തോ. പേരക്ക നല്ല സീഡ്ലെസ്സോ. ഇത് കുറച്ചെടുക്ക. വില നോക്കണ്ട, സാധനം എടുത്തോ. മുസമ്പി എടുത്തോ, മാങ്ങി എടുത്തോട്ടോ. അതെന്താ എന്താ പരിപാടി? അത് നോമ്പുറപ്പിക്കലാണ്. അപ്പൊ പരിപാടി വലിയ പരിപാടി ഒന്നുമല്ല. പക്ഷെ നമ്മൾ സാധനം ടേബിൾ നിറഞ്ഞിങ്ങനെ കാണണം. കാരണം നമ്മള് ഫോട്ടോ എടുത്തുകൊണ്ട് സ്റ്റാറ്റസ് വെക്കുമ്പോ മോശമാവാൻ പാടില്ല. മറ്റേ ആളുകൾ കാണാൻ നമുക്കൊരു മോശം. സ്റ്റാറ്റസ് വെക്കുമ്പോ ഇങ്ങനെ അടിപൊളിയാവും. ഓക്കെ? എല്ലാ വീട്ടിലും നോമ്പ് തുറക്കുമ്പോ ഫ്രൂട്ട്സ് വാങ്ങിട്ട് ഞങ്ങളിത് എടുത്തേക്കിട്ടോ. ഞാൻ എനിക്ക് കുറച്ച് വേറെ കുറച്ച് സാധനങ്ങൾ വാങ്ങാം. പാർസലാക്കി സെറ്റ് ചെയ്തോ കേട്ടോ. ഇങ്ങോട്ട് വരും. നിങ്ങൾ കുറെ നേരം അവിടെ വെക്കണേ. ഇങ്ങോട്ട് വരും. എന്താ നിങ്ങൾക്ക് വേണ്ടി? ഇതെങ്ങനെയാ വില? അത് 380 റുപ്യ. 380. ഇതോ അത് 180 റുപ്യ. പൈസ കുറച്ച് കമ്മി. എന്തേക്കായില്ലേ? കുറച്ച് കമ്മിയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യും. പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ട് കുറച്ച് പൊട്ടിയതും ഡാമേജ് ഒക്കെ ആയത്. അതൊരു പീസിലാക്കി കൊണ്ടേക്കും. ഉണ്ടോ? നാളെ മതി. ഇങ്ങോട്ട് വരും. ഞങ്ങൾ പോയിക്കോളെ. അവിടെ ഉണ്ട് കേട്ടോ. ഫീസ് ഉണ്ട് കേട്ടോ. ഇതല്ലേ? അടുത്തോളി കേട്ടോ. ഇത് മൊത്തം എടുത്തേക്കണേ. എടുത്തോളി. ഇതാ ഇത് വെച്ചോളി. തന്നെ ഉള്ളു വെച്ചു. അതെന്താ? അത് ഇതിന്റെ പൈസ നോമ്പൊക്കല്ലേ. അത് കൊണ്ടേക്കോളി. വേണ്ടേ? വേണ്ട അത് കൊണ്ടേക്കോളി കേട്ടോ. പോയിട്ടോ. വലൈക്കും സലാം. എവിടെ മക്കളൊക്കെ? പൊന്നാ ലിയാ ബേ ഇരുന്നാണി. ബാങ്ക് കൊടുക്കാനായില്ലേ? നമുക്ക് കുറേ ഫ്രൂട്ട്സ് ഇടുന്നേക്കണേ. ആരാണോ? വാലൈക്കും അസ്സലാം. അതിഥിന്റെ നോമ്പ് തുറക്കാം. ആയിക്കോട്ടെ. അതിനെന്താണ്? ഇവിടെ ഒന്നും കൊടുക്കാറില്ല. നിങ്ങൾ ടെൻഷൻ ആണ്ട. നമ്മക്ക് നോമ്പ് തുറക്കൽ എല്ലാ സാധനം ഞാൻ കൊടുക്കും. എനിക്ക് നിങ്ങളാണ്ട് മനസ്സിലായില്ലല്ലോ. അതൊക്കെ നോമ്പ് തുറന്നിട്ട് ഞാൻ വിസ്തീരിച്ച് പറയാം. എന്നായിക്കോട്ടെ. സന്തോഷമുള്ള പേര് ബാങ്ക് കൊടുക്കണ്ട്. പറഞ്ഞോളൂ. മക്കളെ കുറിച്ചെടുത്തോളി. കഴിച്ചോളിട്ടോ. എന്നാലും നിങ്ങൾ പറയും. എനിക്ക് നിങ്ങളത് മനസ്സിലായില്ല. മനസ്സിലാകലല്ല പ്രധാനം, മനസ്സിലാക്കല്ല. എന്തേക്കായില്ലേ? കുറച്ച് കമ്മിയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യും. പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ട് കുറച്ച് പൊട്ടിയതും ഡാമേജ് ഒക്കെ ആയത്. അതൊരു പീസിലാക്കി കൊണ്ടേക്കും. ഉണ്ടോ? നാളെ മതി. ഇതൊക്കെ എടുക്കാല്ലേ?
പടച്ചോനെ എന്തെല്ലാം കാണണം നമ്മളില്ലേ. ഓരോരുത്തർക്കും ഫ്രൂട്ട്സ് ലോഡ് കണക്കിന് കൊണ്ടുപോയിട്ട് മേശമ്മ വെട്ടി നുറുക്കി സ്റ്റാറ്റസ് വെക്കാൻ. മറ്റവന് നോൻപ് തുറക്കാൻ കുട്ടിയൊക്കെ ഇല്ലാത്തതുകൊണ്ട് പൊട്ടിയും പൊളിഞ്ഞും കൊണ്ടുപോകണം. ഇതൊക്കെ നമ്മളെ ഇടയിൽ കൂടെ നടക്കുന്ന സംഭവങ്ങളാണ്. എന്തെല്ലാം കാണണം നമ്മള്. يا الله يا رحمن يا رحيم